ഹലോ, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് മീറ്റ് ദ സ്കോളർ സെഷനിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ മീറ്റ് ദ സ്കോളർ ആണ് നടന്നത്. ഇന്ന് നമ്മൾ പെപ്പ് യുജിന്റെ സെക്കൻഡ് മീറ്റ് ദ സ്കോളർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആണ്. നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത് ദിയാനയാണ്. ദിയാന ഇപ്പൊ നമ്മളെ പെപ്പലു ആണ്. കഴിഞ്ഞ വർഷം നമ്മളെ സിയുട്ടിയിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. അപ്പൊ ദിയാനനെയാണ് വെൽക്കം ചെയ്യാണ്. നമ്മള് മീറ്റ് ദ സ്കോളർ എന്നുള്ള സെഷൻ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഓരോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ഒരു ധാരണ കിട്ടാനും അവിടുത്തെ ഇപ്പൊ നമ്മളൊരു ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു കൺഫ്യൂഷൻ ആണ്, എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ്, എന്താണ് അവസ്ഥ എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് ക്ലിയറൻസ് ആണ് നമ്മൾ മീറ്റ് ദ സ്കോളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടൊരു ധാരണ കിട്ടാൻ വേണ്ടിട്ട്, അപ്പൊ നമ്മൾ അവിടെ തന്നെ പഠിച്ച കുട്ടികൾ അത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ദിയാനനെ ക്ഷണിക്കാം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ദിയാന, നമുക്ക് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. ഓഡിബിൾ അല്ലേ? ഓക്കെ, എന്നെ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ദിയാന, അലിഗഡിലെ BA ഹിസ്റ്ററി ഓണേഴ്സ് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഓൾറെഡി അലിഗഡിൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ്, അവിടുത്തെ ഫാക്കൽറ്റീസ്, അവിടുത്തെ എക്സ്പോഷർ, ഞാൻ എന്തുകൊണ്ടാണ് അലിഗഡ് ചൂസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എന്തുകൊണ്ട് അലിഗഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ മതിയാവും. ഹിസ്റ്റോറിക്കലി അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതും, അതുപോലെ തന്നെ എക്സ്പെൻസ് ആയിക്കോട്ടെ, അവിടുത്തെ ഒരു ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, അലിഗഡിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ന്യൂസിലാണെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അലിഗഡ് എന്താണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ എക്സ്പോഷർ. നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഞാനും പെപ്പില് ജോയിൻ ചെയ്ത സമയത്ത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടണം, അവിടെ തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ പെപ്പില് ഈ വർഷം ഫെബ്രുവരി ജോയിൻ ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ അവിടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തി ഒരു ലൈവ് ചെയ്യാന്ന് പറയുന്നത് അത്രയ്ക്കും വലിയൊരു ഹാപ്പി വേറെ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നതെന്ന് വെച്ചാല് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തുകൊണ്ടാണ് അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് അതും അതുപോലെ തന്നെ എക്സ്പോഷർ എക്സ്പെൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ആ ഒരു NU സെലക്ട് ചെയ്തത്. അതുപോലെ എനിക്ക് DU കിട്ടിയിരുന്നു. ആ സമയത്ത് എനിക്ക് അവിടെ ഒരു കംഫർട്ടബിൾ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ NU ചൂസ് ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ അവിടുത്തെ ഒരു എക്സ്പോഷർ ഫാക്കൽറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അലിഗഡിൽ ഒന്നാമത്തെ പറയുകയാണെങ്കിൽ അവിടെ ഫാക്കൽറ്റീസിനെ പറ്റിയിട്ട് പറയാം. അവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് അത്രയ്ക്കും ബെസ്റ്റ് ആണ്. അതായത് ഇപ്പം ഇർഫാൻ ഹബീബ് സർ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ആളുടെ ലെക്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അത്രയും ഗ്രേറ്റ് വാല്യൂ ആണ്. അപ്പം പിന്നെ അവിടുത്തെ ലാംഗ്വേജ് കാര്യങ്ങൾ നമുക്ക് വേറെ വേറെ സംസ്ഥാനത്തു നിന്നുള്ളവരും ഒക്കെ ആയിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്. പിന്നെയുള്ളത് എക്സ്പെൻസ് ആണ്. ഇപ്പൊ അലിഗഡിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസ് കുറവാണ്, ലൈക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അലിഗഡ് എനിക്ക് എത്രയും ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അലിഗഡ് ഒന്നാമത്തെ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ എങ്ങനെയെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തണം, അവിടെ പഠിക്കണം, അത്രയും എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ തന്നെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ അലിഗഡ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞത് ആ അലിഗഡിന്റെ ഒരു എന്താ പറയാ ഒരു ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ, അതായത് 1000-ഓളം ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ ഒതുങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണത്. അതുപോലെ തന്നെ ഒരുപാട് ഹോസ്റ്റൽസ്, ഹാൾസ്, അതുപോലെ അത്രയും ഡിപ്പാർട്ട്മെന്റ് 300-ഓളം അധികം ഡിപ്പാർട്ട്മെന്റ്സ്, കോഴ്സസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അലിഗഡ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടു തീർക്കണമെങ്കിൽ ഇത്രയും സമയം എടുക്കുന്നതും പിന്നെ അതിന്റെ ചരിത്രങ്ങൾ പറയാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്ന ഒരു അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അലിഗഡ് എന്നുള്ളത് പറയാണ്. പിന്നെ പറയാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാല് നിങ്ങൾക്ക് എന്താ മനസ്സിലാവും, ഇതില് മൗലാന ആസാദ് ലൈബ്രറി ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഏഷ്യയില് നമ്പർ 1 ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറി ആണ് മൗലാന ആസാദ് ലൈബ്രറി. ഇവിടെ ഈ ഒരു ലൈബ്രറി എക്സ്പോഷർ എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആണ്. അപ്പം ഇത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അലിഗഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാല് ഈ അലിഗഡിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അത് 1875 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിലും അതിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് സർ സെയ്ദ് അഹമ്മദ് അലി ഖാന്റെ ഒരു കോൺട്രിബ്യൂഷൻസും പിന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പേഴ്സൺസിന്റെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷനും അതുപോലെ ഹിസ്റ്ററിയുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഇത്. പിന്നെന്ന് വെച്ചാല് എന്റേത് ഞാൻ ആദ്യം
എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഞാൻ ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കൽ തുടങ്ങിയത്. സിലബസ് പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസ് അങ്ങനത്തെ. അപ്പൊ അതുകൊണ്ടാണ് അലിഗഡ് വരുന്നത്. പിന്നെ അതുപോലെ എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഇപ്പം അതായത് ഇപ്പം അലിഗഡിലാണെങ്കിൽ 2 രീതിയിൽ കൂടെ നമുക്ക് എക്സാം എഴുതിയാൽ അലിഗഡിൽ എത്താൻ പറ്റും. ഒന്നാമത്തെ CUT വഴിയാണ്. പിന്നെയെന്ന് പറയുന്നത് MU എൻട്രൻസ് എക്സാം ആണ്. അതിൽ മെജോറിറ്റി കോഴ്സസ് അലോട്ട് ചെയ്യുന്നത് എൻട്രൻസ് വഴിയിലൂടെയാണ്. CUT ഭയങ്കര എന്താ പറയുക, കുറച്ച് കോഴ്സസ് മാത്രമേ CUT-യിലൂടെ അവൈലബിൾ ഉള്ളൂ. അപ്പം ഞാൻ ഈ എക്സാം എൻട്രൻസിന്റെ സിലബസ് എങ്ങനെയാണ്, അതുപോലെ ഏതൊക്കെ കോഴ്സസ് ആണ് എൻട്രൻസ് വഴി നടക്കുന്നത്, എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നൊക്കെ ഉള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ആദ്യം എക്സാം ഏതൊക്കെയാണ്, എങ്ങനെ എക്സാമിന്റെ കാര്യങ്ങൾ എന്നുള്ളത് പറയാം. ഓക്കെ. അപ്പം ഇതിലിപ്പം എന്താ എൻട്രൻസ് എക്സാമില് MUന്റെ എൻട്രൻസ് എക്സാമിന്റെ ഇതിലാണെങ്കിൽ നമുക്ക് അതായത് ഒരു കോഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാം അല്ല അവിടെ നടക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു എക്സാം ഉള്ളത്. അപ്പൊ BA ഹോണേഴ്സ് റിസർച്ച് എക്സാം എന്നായിരിക്കും. ആ ഒരു എക്സാമിൽ നമ്മൾ ഒരുപാട് സബ്ജക്ട് വരുന്നുണ്ട്. ആ സബ്ജക്റ്റുകളെല്ലാം ക്വാളിഫൈ ചെയ്യണേ നമ്മൾ ഒരൊറ്റ എക്സാം എഴുതിയാൽ മതി. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൽ കണ്ടാൽ മനസ്സിലാവും CUT-ലാകെ കുറച്ച് കോഴ്സസ് മാത്രമേ ഉള്ളൂ. അതായത് എന്താ പേർഷ്യൻ ലാംഗ്വേജ്, ചില ലിംഗ്വിസ്റ്റിക് കോഴ്സുകളും, പിന്നെ അതുപോലെ തന്നെ BSc ഓണേഴ്സ് BSc-യിൽ തന്നെ എന്താ സ്റ്റാറ്റിസ്റ്റിക്, ജോഗ്രഫി, വുമൺ സ്റ്റഡീസ് ആണ് BA-യിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. CUT ഭയങ്കര ഒരു എന്താണ് ലിമിറ്റഡ് കോഴ്സസ് ആണ് CUT-യിലൂടെ അവൈലബിൾ ഉള്ളത്. പിന്നെ എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ട് പറയാം. അപ്പം BA ഹോണേഴ്സ് എക്സാമിൽ എന്തൊക്കെയാണ് ഹിസ്റ്ററി, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, എക്കണോമിക്സ് ഇങ്ങനെ വിഷയങ്ങളാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റില്ല. ഓക്കെ. എൻട്രൻസ് എക്സാമിന്റെ കോഴ്സസ് ആണ് കേട്ടോ ഇത്. BA ഹോണേഴ്സ് റിസർച്ചിൽ ഇത്ര കോഴ്സുകളാണ് നമുക്ക് അലോട്ട് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരൊറ്റ എക്സാം ആണ് ഈ മൊത്തം കോഴ്സുകൾക്ക് നമ്മൾ എഴുതുന്നത്. അതുപോലെ BSc ഹോണേഴ്സ് റിസർച്ച് ഉണ്ട്. അതിൽ BSc സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കോഴ്സുകളാണ് അതിൽ വരുന്നത്. അതുപോലെ BA LLB എന്ന് പറഞ്ഞ സെപ്പറേറ്റ് എന്താണ് LLB എൻട്രൻസ് തന്നെയാണ് ഉള്ളത്. പിന്നെന്ന് പറയുന്നത് BCom ഹോണേഴ്സ് റിസർച്ച്, BA BEd, BTech, BArc ഇങ്ങനത്തെ കോഴ്സുകളാണ് എൻട്രൻസിലൂടെ UG കോഴ്സസ് അവൈലബിൾ ഉള്ളത്. അതുപോലെ എന്താ ഇപ്പം ഇതിന്റെ പറയുകയാണെങ്കിൽ സീറ്റിന്റെ കാര്യങ്ങളും റിസർവേഷനും പ്രിഫറൻസ് ഒരുപാട് കോംപ്ലക്സ് ആണ് ഇതിന്റെ ഒരു എക്സാമിന്റെ പാറ്റേൺ നോക്കണേ. കാരണം നമ്മൾ ഈ ഒരു എല്ലാ കോഴ്സസ് എല്ലാ സബ്ജക്റ്റിനും കൂടെ നമ്മൾ ഒരൊറ്റ എക്സാം ആണ് എഴുതുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിൽ എന്താ റിസർവേഷന്റെ കാര്യങ്ങൾ ലേറ്റ് ആയിട്ട് പറയാം കേട്ടോ. ആദ്യം ഇതില് ഓണേഴ്സ് റിസർവേഷൻ ഇത് ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഹലോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൽ ഓരോ കോഴ്സസ് ആയിട്ട് പറയാം. കാരണം ഇതിൽ സീറ്റിൻ്റെതൊക്കെ, പിന്നെ അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇത് മിക്സഡ് അല്ല കേട്ടോ. യൂണിവേഴ്സിറ്റി മിക്സഡ് അല്ല, നമുക്ക് സെപ്പറേറ്റ് കോളേജാണ് വുമൻസിനുള്ളത്, വുമൻസ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സീറ്റിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. അതായത് ഇപ്പം ഫീമെയിൽ ആണ് 500, എക്കണോമിക്സിന് 50 ആണെങ്കിൽ മെയിൽസിന് 100 സീറ്റ് ആണ് അവിടെ അവൈലബിൾ ഉള്ളത്. കമ്പാരിറ്റീവ്ലി ചില ഡിഫറൻസുകൾ ഉണ്ട് അതിൽ, അതൊക്കെ ഞാൻ പറയാം. അപ്പം പിന്നെ ഈ BA ഹോണേഴ്സ് റിസർച്ചിൽ നമ്മൾ മെയിൻ ആയിട്ടും എക്സാമിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. BA ഹോണേഴ്സ് റിസർച്ചിൽ ഞാൻ ഓൾറെഡി അതിന്റെ ആയിരിക്കും കേട്ടോ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം എനിക്ക് അതിനെ പറ്റിയാണ് കൂടുതലൊരു നോളജ് ഉള്ളത്. അപ്പൊ അതിൽ BA ഹോണേഴ്സ് എക്സാമിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുള്ളത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് മെയിൻ ആയിട്ട് നമ്മൾ CUT-ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. അതായത് CUT-ന്റെ ജനറൽ അവയർനെസ്, അതിൽ 40 മാർക്കോളം എന്താണ് ജനറൽ അവയർനെസ്സും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ആണ് വരുന്നത്. ബാക്കിയുള്ള ബാക്കിയുള്ള 25 മാർക്കിന് 25-ന് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ അലിഗഡ് മൂവ്മെന്റ് ആണ് എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. CUT സിലബസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അലിഗഡ് മൂവ്മെന്റും ഇന്ത്യ ഇസ്ലാമിക്, ഡൽഹി സൽത്തനേറ്റ്സും അതുപോലെ മുഗൾ ഹിസ്റ്ററി ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ റീസണിങ്ങും ഇന്റലിജൻസും ആണ് ഈ ഒരു BA ഹോണേഴ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ. അതിൽ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത്. ഏറ്റവും കൂടുതൽ മാർക്കിന് അതിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം BA ഹോണേഴ്സിന്റെ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായല്ലോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്?
ബി എ ഹോണേഴ്സ് എക്സാമിന്റെ പാറ്റേൺ, പിന്നെ അതുപോലെ ഞാനും എന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ബി എ ഹോണേഴ്സിൽ പറയുന്നത് നമുക്ക് പെപ്പിന്റെ വീഡിയോസ്, അതായത് ഈ ജനറൽ അവയർനെസിൻ്റെതും കറണ്ട് അഫയേഴ്സ് അതുപോലെ ഇംഗ്ലീഷ് ഇതൊക്കെ നമ്മൾ ബി സി ബാച്ചിലേഴ്സ് ഓക്കെ പറയാം. അതില് എന്താണ് ഈ ജനറൽ അവയർനെസ് ഇതിൽ നമ്മൾ CUT-ക്ക് പ്രിപ്പയർ ചെയ്യുന്ന തന്നെയാണ് ഇതിലും പഠിക്കാനുള്ളത്. പിന്നെ എക്സെപ്ഷൻ വരുന്നത് അലിഗഡ് മൂവ്മെന്റ് ആണ്. കാരണം അലിഗഡ് മൂവ്മെന്റ്, അലിഗഡിന്റെ ഹിസ്റ്ററി പഠിക്കണം. അത് സിമ്പിൾ ആണ്, നമുക്ക് PYQs കാര്യങ്ങളൊക്കെ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതാണ് BA ഹോണേഴ്സിന്റെ മെയിൻ സിലബസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് എന്താ BSc ആണ്. BSc കോഴ്സുകൾ മെയിൻ ആയിട്ട് എന്താണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി ആണ്. അതിൽ തന്നെ 25 മാർക്കാണ് ഈച്ചിന് ഓരോ ഇതിന് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. അതുപോലെ 0.25 ആണ് നെഗറ്റീവ് മാർക്ക്. BBA പറ്റിയിട്ട് ഞാൻ പറയാം കേട്ടോ. BBA ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, അത് എന്താന്ന് വെച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണ് കേട്ടോ. BBA അഡ്മിഷൻ ടെസ്റ്റും അല്ല, അതുപോലെ CUT വഴിയും അല്ല, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണ്. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അലിഗഡിൽ വെച്ച് തന്നെ നടക്കുന്നതാണ്. അതൊരു പുറമെ ഉള്ള ഒരു സെന്റർ ഉണ്ടാവില്ല, നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നുള്ളത് BBA ഞാൻ പറയാം കേട്ടോ. പിന്നെയുള്ള BSc ഹോണേഴ്സിൻ്റെത് മനസ്സിലായല്ലോ. ഇതിൽ 25 മാർക്ക് ഇംഗ്ലീഷ് അല്ലാത്തത് ഓൾറെഡി സബ്ജക്ട് വൈസ് ആണ് വരുന്നത്. പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് ഒക്കെ തന്നെ ഈ BA ഹോണേഴ്സിലാണ് വരുന്നത്. എക്സാമിന്റെ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം സിലബസ് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. കാരണം എക്സാം കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം ഈ എല്ലാ സബ്ജക്റ്റും ഒരൊറ്റ എന്താണ് എക്സാമിലായിട്ടാണ് വരുന്നത്. BA ഹോണേഴ്സ് ഒരൊറ്റ എക്സാം ആണ്. അത് പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരൊറ്റ ചോദ്യ പേപ്പർ ആണ് ഉള്ളത്. 100 ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിൽ 4 മാർക്ക് തെറ്റിയാലാണ് നമുക്ക് 1 മാർക്ക് പോകും. 4 ക്വസ്റ്റ്യൻസ് തെറ്റിയാലാണ് നമുക്ക് 1 മാർക്ക് പോകുന്നത്. അങ്ങനെ BA ഇംഗ്ലീഷും ഒക്കെ പറയാം കേട്ടോ. ഇതില് ഈ BA ഇംഗ്ലീഷും ഒക്കെ തന്നെ BA ഹോണേഴ്സ് ആൻഡ് റിസർച്ചിൽ വരുന്ന. ഇതിൽ കണ്ടില്ലേ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, എക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി, ഇസ്ലാമിക് സ്റ്റഡീസ്, ഇതൊക്കെ ഒരൊറ്റ എക്സാം ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനൊക്കെ ഈ BA ഹോണേഴ്സ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടാണ് എക്സാം വരുന്നത്. നമ്മൾ ആ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുമല്ലോ. ആ റിസൾട്ട്, അതായത് മാർക്ക് കിട്ടില്ല, മാർക്ക് പബ്ലിഷ് ആയതിനു ശേഷമാണ് നമ്മൾ സബ്ജക്ട് പ്രിഫറൻസ് കൊടുക്കുന്നത്. അല്ലാതെ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എക്സാം എഴുതല്ല ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മാർക്ക് അടിസ്ഥാനത്തിൽ, പിന്നെ നമ്മളെ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഇന്ന പ്രിഫറൻസ് ഉള്ള സബ്ജക്റ്റിലേക്ക് സെലക്ട് ആയിട്ടുണ്ടോ ഇല്ല അലോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്, അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സാം അല്ല. അപ്പൊ നമ്മൾ ഈ ഒരൊറ്റ BA ഹോണേഴ്സ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. ആ എക്സാം എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. അല്ലാതെ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല, നമുക്ക് ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ തന്നെ എന്താ പറയുക, ഇൻഡോ ഇസ്ലാമിക് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വേയിലാണ് ചോദിക്കുക. അതായത് ഇന്ന സ്പെസിഫിക് സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സിനൊക്കെ നന്നായിട്ട് ഇപ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ BSc ഓണേഴ്സ്, അതുപോലെ BSc ഓണേഴ്സ് ആൻഡ് റിസർച്ച് എക്സാം ആണ്. അതിൽ തന്നെ ഇത്രയും സബ്ജക്റ്റുകൾക്ക് ഒരൊറ്റ എക്സാം ആണ് കേട്ടോ BScക്കും. പിന്നെ എക്സെപ്ഷൻ വരുന്നത് BA LLB ആണ്. BA LLB സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ BCom ഓണേഴ്സ്. പിന്നെ ഇതില് BScയുടെ പറഞ്ഞു. പിന്നെ BCom എൻട്രൻസ് എക്സാം അല്ല. BComല് മെയിൻ ആയിട്ട് ഇംഗ്ലീഷും അതുപോലെ ഇത് പറഞ്ഞുതരാം. BScയിൽ ചോദിക്കുന്ന മാർക്കിന്റെ ബേസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ BScയിലല്ല BComല് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏതിലാണ്, ഇംഗ്ലീഷിന് നന്നായിട്ട്, ഇംഗ്ലീഷ് അതുപോലെ തന്നെ എന്താണ് ഈ അക്കൗണ്ടൻസിന്ന് നന്നായിട്ട് ചോദ്യം വരുന്നുണ്ട്, നല്ല മാർക്കിന് ചോദ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ എലിമെന്ററി മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്, പിന്നെ ഇതാണ്
റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി. ഇത്രയും ഭാഗത്തു നിന്നാണ് ബികോം എൻട്രൻസിന് നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇതിൽ തന്നെ 20 മാർക്കിനാണ് ഇംഗ്ലീഷിന് ചോദ്യം വരുന്നത്, വലുതായിട്ട് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എലമെന്ററി മാത്സും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും ചോദ്യം വരുന്നുണ്ട്. പിന്നെ ജനറൽ അവയർനെസ്സും ന്യൂമറിക്കൽ എബിലിറ്റിയും ചോദ്യം വരുന്നുണ്ട്. അത് 40 മാർക്കിനാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരാൾ ചോദിച്ചില്ലേ BBA എങ്ങനെയാണ്? BBA ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണ് കേട്ടോ. അത് BBAൻ്റെത് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ന്യൂമറിക്കൽ എബിലിറ്റിന്ന് നന്നായിട്ട് ചോദ്യം വരുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസിൽ നന്നായിട്ട് ചോദ്യം വരുന്നത്. റീസണിംഗ് എന്ന് വരുന്നത് 30 മാർക്കിന് തന്നെ റീസണിംഗ് ആണ് വരുന്നത്. ബാക്കിയുള്ളത് ജനറൽ അവയർനെസ്സിന് 25 മാർക്കും അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസിന് 25 മാർക്കുമാണ്. പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റീസ് അത് 20 മാർക്കിന്. അങ്ങനെയാണ് BBAൻ്റെത് വരുന്നത്. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് കമ്പാരിറ്റീവ്ലി അഡ്മിഷൻ ടെസ്റ്റിന് ഡിഫറെന്റ് ആണ്. നമുക്ക് അലിഗഡിൽ തന്നെയാണ് ഈ ഒരു എക്സാം ഉണ്ടാവുന്നത് ഡിപ്പാർട്ട്മെന്റ് ബേസിൽ. ഓക്കെ. പിന്നെയുള്ളത് ആരൊന്നും BA LLB ഇത് ചോദിച്ചില്ലായിരുന്നു. BA LLB ഇത് എന്താന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആണ് എക്സാം. പക്ഷെ ആകെയുള്ള ഒരു മിക്സ്ഡ് കോഴ്സ് എന്ന് പറയുന്നത് BA LLB ആണ് കേട്ടോ. BA LLB സെപ്പറേറ്റ് ആയിട്ടല്ല, നമ്മൾ എന്താ പറയുക അല്ലാതെ BA കോഴ്സുകൾ ഇപ്പൊ BA ഹിസ്റ്ററി ആയിക്കോട്ടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ ഒക്കെ വുമൻസിന് സെപ്പറേറ്റ് ആയിട്ട് കോളേജിലാണ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക 3 ഇയർ വരെ. 4 ഇയർ ആണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുക. BA LLB കോഴ്സുകൾ എന്ന് വെച്ചാൽ BA LLB എന്തൊക്കെ പഠിക്കേണ്ടത് വെച്ചാൽ ആദ്യം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് കറണ്ട് അഫയേഴ്സ് ജനറൽ നോളജിന് 40 മാർക്കിന്, അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 40 മാർക്കിനാണ്. ബാക്കി റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിന് 20 മാർക്കുമാണ്. ഇങ്ങനെയാണ് എന്താണ് സിലബസ് എടുക്കുന്നത് BA LLB. അപ്പം പിന്നെയുള്ളതെന്ന് വെച്ചാൽ BA LLB പറഞ്ഞില്ലേ. പിന്നെ ഇതിലെ BA ഹോണേഴ്സിൻ്റെത് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്. കാരണം ഈ വർഷം കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇതിൽ കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ് ഇതൊക്കെ തന്നെ നമ്മൾ CUTക്ക് പഠിക്കുന്നത് തന്നെ പഠിച്ചാൽ മതി. ഞാനൊന്ന് എക്സ്ട്രാ അങ്ങനെ അധികം പഠിച്ചിട്ടില്ല. കാരണം CUTക്ക് പെപ്പ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തു ആ വീഡിയോസും പിന്നെ എന്താ പറയാ ജനറൽ അവയർനെസ്സും റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതൊക്കെ ഞാൻ പെപ്പിന്റെ വീഡിയോസ് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതൊരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ട് പറയാം. മാത്സ് എന്താണ് AMUലെ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മാത്സിന്റെ ഡിപ്പാർട്ട്മെന്റ് AMU ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ മാത്സ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ് ആണ് മാത്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിന് നല്ല ഡിമാൻഡ് ഉള്ള എന്താണ് ഹലോ ആരെല്ലാം എന്തെങ്കിലും ചോദിച്ചോ? ഓക്കെ. അതുപോലെ പൊളിറ്റിക്കൽ സയൻസിന് നല്ല ഡിമാൻഡ് ഉള്ള കോഴ്സാണ് AMUല്. അതുപോലെ തന്നെ എന്താ പറയാ അതും അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഇംഗ്ലീഷിനൊക്കെ നല്ല ഡിമാൻഡാണ്. ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, അതുപോലെ BA LLB ഒക്കെ നല്ല ഡിമാൻഡാണ് അലിഗഡിൽ. പിന്നെയുള്ളത് വെച്ചാൽ എക്സാമിന്റെ ഒരു ഇത് പറഞ്ഞതാണ്. കാരണം നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റിലോട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടല്ലോ. അതായത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് 3 ലിസ്റ്റ് ആണ് വരിക. അതായത് നമ്മൾ ഒരൊറ്റ BA ഫോർ എക്സാമ്പിൾ BA ഹോണേഴ്സ് റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ എക്സാം ആണ് നമ്മൾ എഴുതുക. ഒരു സ്പെസിഫിക് സബ്ജക്ട് എക്സാം അല്ല നമ്മൾ എഴുതുക. അത് ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരും. റിസൾട്ട് 3 രീതിയിലാണ് വരിക. ഒന്നാമത്തത് ജനറൽ ലിസ്റ്റ് അല്ലെങ്കിൽ സെലക്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് എന്താണ് ചാൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. പിന്നെ വരുന്നതാണ് കാറ്റഗറി ലിസ്റ്റ്. ഈ 3 ലിസ്റ്റാണ് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് ആയിട്ട് വരുന്നത്. ആ ഒരു ജനറൽ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ജനറൽ ലിസ്റ്റ് തന്നെയാണ് സെലക്ടഡ് ലിസ്റ്റ്. ഈ സെലക്ടഡ് ലിസ്റ്റിലുള്ളവർക്ക് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കിട്ടും. അതായത് ജനറൽ ലിസ്റ്റിൽ ഒരു ഇന്ന കട്ട് ഓഫ് മാർക്ക് വെക്കും. ആ കട്ട് ഓഫ് മാർക്കിന് മേലെയുള്ളവരാണ് ഈ സെലക്ടഡ് ലിസ്റ്റിൽ സെലക്ട് ആവുന്നത്. അപ്പൊ ആ റാങ്ക് ബേസിലാണ് നമുക്ക് ഇന്ന കോഴ്സിലേക്ക് അലോട്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇന്ന കോഴ്സിൽ ആദ്യമേ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ കഴിയില്ല. അതായത് നമുക്ക് പ്രിഫറൻസ് നമ്മൾ കൊടുക്കും. അതിൽ നമ്മൾ മാർക്കിനനുസരിച്ചിട്ട് നമ്മൾ ആ സീറ്റ് വാക്കൻസി അനുസരിച്ചിട്ട് നമ്മൾ അതിലേക്ക് അലോട്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെ പലരും എന്താണ് സംശയമായിട്ട് അലിഗഡിൽ ചോദിച്ചതെന്ന് വെച്ചാൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ് അല്ലെ. ഹോസ്റ്റൽ ഈ വർഷം ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാലം വരെ നമുക്ക് ആര് ഫസ്റ്റ് പോകുന്നു അവിടെ ഹോസ്റ്റൽ അവൈലബിലിറ്റി തരുമായിരുന്നു. പക്ഷെ ഈ വർഷം ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഹോസ്റ്റൽ ഫെസിലിറ്റി റാങ്ക് ബേസിലാണ് ഇപ്പോൾ ഹോസ്റ്റൽ കൊടുക്കുന്നത്. അതായത് സെലക്ടഡ് ലിസ്റ്റിൽ ജനറൽ ലിസ്റ്റിൽ റാങ്ക് കിട്ടിയവർക്ക് ഫസ്റ്റ് തന്നെ ഹോസ്റ്റലിൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരു കാറ്റഗറിയിൽ കയറിയവർക്കൊക്കെ. അവിടെ ഇപ്പം റിസർവേഷൻ അനുസരിച്ചിട്ട് ഹോസ്റ്റൽ ഇപ്പം കൊടുക്കുന്നില്ല. ചിലർ റിസർവേഷനിൽ കയറി അല്ലെങ്കിൽ എന്താ പറയാ OBCയിൽ കയറിയിട്ട് അങ്ങനെ ഹോസ്റ്റൽ കൊടുക്കുന്നില്ല. അങ്ങനെ റാങ്കിൽ വരുന്നില്ല. അതാണ് ഈ വർഷം വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. റിസർവേഷൻ ഉണ്ട്, അതിൽ ഭൂരിഭാഗം ഇന്റേണൽസ് ആണ്.
അതായത് 50% ഇന്റേണൽസും OBCക്ക് 27%, അതുപോലെ അതർ കാറ്റഗറീസും വരുന്നുണ്ട്. പക്ഷെങ്കില് നമുക്ക് എന്താ ഹോസ്റ്റലിൽ മെയിൻ ആയിട്ട് റാങ്ക് ബേസിലാണ്, ജനറൽ കാറ്റഗറിയിലാണ് നമ്മൾ സെലക്ട് ആവുന്നെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ പെട്ടെന്ന് തന്നെ കിട്ടും. അല്ലാതെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് നമ്മൾ ജനറൽ ലിസ്റ്റിന്റെ എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൂം വാക്കൻസി ഉണ്ടെങ്കിലാണ് ഹോസ്റ്റലിന്റെ ഇത് കിട്ടുക. ഇപ്പൊ ഹോസ്റ്റലൊക്കെ പുറത്തു നിൽക്കാന്ന് പറയുന്ന റിസ്ക് ആണ്. അപ്പൊ ആ ഒരു രീതിക്ക് ഹോസ്റ്റലിന്റെ കാര്യം ആരൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ അവർക്ക് ഇപ്പൊ എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് ആ സമയമാകുന്ന സമയത്ത് എന്താണ് അത് ഇപ്പം സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടോ. അത് എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു ഏപ്രിൽ മെയ് അത് കഴിയും. അന്നപ്പോഴേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ടൈം ആവുള്ളൂ എൻട്രൻസിൻ്റെ. അത് സൈറ്റിൽ നമുക്ക് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് അറിയിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് എന്താണ്, അതുപോലെ പിന്നെ ക്യാമ്പസ് ലൈഫ്, ഞാൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അലിഗഡ് അത്രയും ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ ഒതുങ്ങുന്നതാണ്. നമുക്ക് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് അല്ല. കാരണം അത്രയ്ക്കും വൈഡായിട്ട് കിടക്കുന്നതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ചരിത്രങ്ങൾ നടന്നു പോകുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ആ സെന്റർ വരുന്നതെന്ന് വെച്ചാല് നമുക്ക് കോഴിക്കോട്, എല്ലാ വർഷവും കോഴിക്കോടാണ് സെന്റർ വരാറുള്ളത്. BA ഹോണേഴ്സ്, അതുപോലെ BSc ഹോണേഴ്സ് റിസർച്ച് എക്സാമിൻ്റെതൊക്കെ കോഴിക്കോടാണ് വരാറുള്ളത്. പിന്നെ BA LLBക്ക് കോഴിക്കോട്, പിന്നെ ട്രിവാൻഡ്രം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് ഒന്ന് മനസ്സിലാക്കണം, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് എന്താണ് അത് അലിഗഡിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആകെ ചുരുങ്ങിയ കോഴ്സസ് ആണ്. BBA ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ പറഞ്ഞു. അതുപോലെ BCom എൻട്രൻസ് വഴിയാണ്. അത് BCom, അതുപോലെ BSc BA കോഴ്സുകൾ, അതൊക്കെ നമുക്ക് സെന്റർ കോഴിക്കോടാണ് വരാറ്. ഇത്രയും കാലത്തോളം കോഴിക്കോട് തന്നെയാണ് വരുന്നത്. പിന്നെ അല്ലാതെ വേറെ സെന്റർ കേരളത്തിൽ ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ അതുപോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ചലഞ്ചസ്, ഞാൻ ഫസ്റ്റ് അലിഗഡിൽ എത്തിയ സമയത്ത് എനിക്ക് ഫസ്റ്റ് പോയ സമയത്ത് തന്നെ ഹോസ്റ്റലിൽ കിട്ടിയിരുന്നു. പക്ഷെങ്കിൽ ഒരൊറ്റ ചലഞ്ച് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ഫുഡാണ്. കാരണം അവിടെ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച രീതിക്കുള്ള ഫുഡൊന്നും ആയിരിക്കില്ല കിട്ടുക. പക്ഷെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇതിലങ്ങ് അക്സെപ്റ്റ് ആയിട്ട് അങ്ങ് പോകും. അങ്ങനെയാണ്. ഫുഡ് ഒരു മെയിൻ ചലഞ്ച് തന്നെയാണ്. പക്ഷെ എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിൽ നമ്മൾ കിട്ടുന്ന ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരിക്കും. അത് ടു ബി ഹോണസ്റ്റ് ഞാനത് പറയാണ്. കാരണം അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസ് ഭയങ്കര കുറവാണ്. നമുക്ക് ഹോസ്റ്റൽ ഫ്രീ ആണ് കേട്ടോ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആകെ ഹോസ്റ്റൽ ഫ്രീ ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി ആണ് അലിഗഡ് യൂണിവേഴ്സിറ്റി. അത് കമ്പാരിറ്റീവ്ലി വുമൻസിനാണെങ്കിൽ അത്രയും എന്താ പറയാ, യൂണിവേഴ്സിറ്റി ഫീ ആണെങ്കിൽ വരെ വുമൻസിന് കുറവാണ്. അപ്പം അത്രത്തോളം എന്താ പറയാ എക്സ്പെൻസ് കുറവുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അലിഗഡ്. അതുകൊണ്ടാണ് ഒന്നാമത്തത് ഞാൻ അത് ചൂസ് ചെയ്തത്. കാരണം നമ്മൾ എക്സ്പെൻസ് കുറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി പഠിച്ച് ലൈക്ക് അത്രയും നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. പിന്നെ നമ്മൾ ആ ഒരു രീതിക്ക് എക്സ്പോഷർ കിട്ടുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൻ്റെതൊക്കെ അതിന്റെ ഡേറ്റ് വരും കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൻ്റെത് ഇപ്പൊ BBA ഞാൻ പറഞ്ഞു, അത് മാത്രമാണ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആയിട്ട് നടത്തുന്നത് നമ്മളെ UG കോഴ്സസിൽ. അതൊക്കെ വരും. പക്ഷെ അതിന്റെ സെന്റർ അലിഗഡ് UPയിലായിരിക്കും കേട്ടോ. പിന്നെ ഉള്ളത് പ്രിപ്പറേഷന്, ഞാൻ ആദ്യം എൻ്റെ ഒരു പ്രിപ്പറേഷൻ പറയാം. ഞാൻ മെയിൻ ആയിട്ട് PYQs നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. കാരണം PYQs തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെന്താ പെപ്പിന്റെ വീഡിയോസും, അതുപോലെ ലൈവ് വീഡിയോസ്, എന്താണ് ക്ലാസ്സസ് ഒക്കെ തരുമല്ലോ നമുക്ക്. പെപ്പ് ജനറൽ അവയർനെസ്സും കറണ്ട് അഫയേഴ്സും ഇതൊക്കെ തന്നെയാണ് കണ്ടത്. എക്സ്ട്രാ ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ അലിഗഡ് മൂവ്മെന്റ്, അലിഗഡ് ഹിസ്റ്ററി തന്നെ ഉണ്ട് പഠിക്കാൻ. അത് തന്നെ നമുക്ക് PYQസിലുള്ള സംഗതി തന്നെ ആയിരിക്കും നമുക്ക് വരിക. അപ്പം അതൊക്കെ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ റാങ്ക് വാങ്ങാൻ പറ്റുന്ന എക്സാമും കൂടിയാണ് BA ഓണേഴ്സ്. അത്ര വലിയ ടഫ് എന്നല്ല. അതായത് ഇംഗ്ലീഷിലാണെങ്കിൽ തന്നെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ജനറൽ അവയർനെസ് ഒക്കെ തന്നെ നമുക്ക് അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. നമുക്ക് അത്രയായിട്ട് ഭയങ്കര കോംപ്ലക്സോ അല്ലെങ്കിൽ ഭയങ്കര ടഫോ എന്നല്ല. നമ്മൾ CUT അത്രയും ടഫ് അല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ CUTക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തന്നെ CUT പ്രിപ്പയർ ചെയ്യണം മതി നമുക്ക് ഈ അലിഗഡ് എക്സാം. ഞാനൊക്കെ എന്ന് വെച്ചാൽ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ AMA ആയിക്കോട്ടെ, ജാമ്യ ആയിക്കോട്ടെ, CUT, ലൈക്ക് എല്ലാ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് നമ്മൾ അവസാനം സെലക്ട് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഇതിലെന്താ PYQs നന്നായിട്ട് ചെയ്യണം. അതായത് ഞാനൊക്കെ തന്നെ ഒരു വർഷത്തിൽ തന്നെ 2 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. PYQs
നമ്മൾ അത്രയും തറവാക്കണം എന്നുണ്ടായിരുന്നു. കാരണം PYQs തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സസ് ഒക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ. മിക്സഡ് അല്ല, അത് മനസ്സിലാക്കണം. അത് പലരും ഇവിടെ എത്തിയതിനു ശേഷം കാരണം അത് എന്താ പറയാ, ഇപ്പം ക്ലാസ് മിക്സ്ഡ് അല്ല, 3 ഇയർ വരെ നമ്മൾ മിക്സ്ഡ് അല്ല. വുമൻസ് കോളേജ് ആണ്. നമുക്ക് അബ്ദുള്ള ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാൾ തന്നെയാണ് ഉള്ളത്. അതായത് 19 ഹാളാണ് നമുക്ക് അവിടെ ഉള്ളത്, 19. അതിൽ 80 ഹോസ്റ്റൽസ് തന്നെ ഉണ്ട് അതിൽ. അപ്പം അത്രക്കും വലിയൊരു ലോകം തന്നെയാണ്. അതായത് വുമൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതല്ല. PYQs ഒക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതൊക്കെ ഉണ്ട്. ഓക്കെ. PYQs അതിന്റെ ഒരുപാട് സൈറ്റിൽ നിന്നല്ല, ഞാൻ അയക്കാം വേണമെങ്കിൽ. PYQs കയ്യിലുണ്ട്. ഓക്കെ. ട്രാവലിംഗ് മനസ്സിലായില്ല. നമുക്ക് സെന്റർ നമ്മൾ കോഴിക്കോടാണ് കേട്ടോ. BA ഹോണേഴ്സ് അതുപോലെ BSc ഹോണേഴ്സിന്റെ ഒക്കെ എൻട്രൻസിന്റെ വരുന്നത്. എൻട്രൻസ് ടെസ്റ്റിന് ഫുൾ കോഴിക്കോട് തന്നെയാണ് വരാറുള്ളത്. ഇത്രയും കാലമായിട്ട് കോഴിക്കോട് സെന്റർ തന്നെ, JDT ആയിരുന്നു സെന്റർ വന്നത്. പിന്നെ ഉള്ളത് ആർക്കെങ്കിലും AMUനെ കുറിച്ചിട്ടോ പ്രിപ്പറേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ട് ക്യാമ്പസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നീടുള്ളൂ CUT-ൽ അലിഗഡിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും എല്ലാത്തിലും വേണ്ടതാണ് കേട്ടോ. അതായത് സബ്ജക്ട് മാത്രമല്ല, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും കൂടെ ആവശ്യമുണ്ട് CUT. അലിഗഡിൽ കുറച്ച് കോഴ്സസ് മാത്രമേ അതിൽ അവൈലബിൾ ഉള്ളൂ. അതായത് വുമൺ സ്റ്റഡീസും എഡ്യൂക്കേഷനും ആണ് BA കോഴ്സുകളിലുള്ളത്, ഫാക്കൽറ്റി ഓഫ് ആർട്സിൽ വരുന്നത്. പിന്നെയുള്ള BSc സ്റ്റാറ്റിസ്റ്റിക്കും ജോഗ്രഫി കാര്യങ്ങൾ. ധ്യാനന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചോദിക്കുന്നുണ്ട് ആരോന്ന്. ഓക്കെ. മാത്സ് CUT-യിലൂടെ അവൈലബിൾ അല്ല. മാത്സ് എന്താണ് എൻട്രൻസ് വഴിയാണ് കേട്ടോ. മാത്സ് എൻട്രൻസ് വഴിയാണ്. മാത്സ് അത്രയും ഡിമാൻഡ് ഉള്ള ഓരോ കോഴ്സാണ്. അതായത് ഇന്ത്യയിൽ നമ്പർ 1 മാത്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അലിഗഡ് എടുത്തത്. അതുപോലെ മാത്സ് എൻട്രൻസ് വഴിയാണ്. പിന്നെ എന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഞാൻ മെയിൻ ആയിട്ട് CUT-ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം CUT എക്സാം കഴിയാണ് അലിഗഡിന്റെ എക്സാം ഉണ്ടായിരുന്നത്. അപ്പം CUT-ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, എനിക്ക് അലിഗഡിനായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ അലിഗഡ് CUT കഴിഞ്ഞതിന് ശേഷം മെയിൻ ആയിട്ട് കുത്തിരുന്നത് അലിഗഡ് മൂവ്മെന്റിനും, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ CUT-ക്ക് ഇല്ലാത്ത ഒരു എന്താണ് ടോപ്പിക് ആണല്ലോ അലിഗഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അലിഗഡ് മൂവ്മെന്റിനാണ് ഞാൻ CUT കഴിഞ്ഞതിന് ശേഷം കുത്തിരുന്നത്. അതിന് മുന്നേ CUT-ക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എന്താണ് അലിഗഡിന്റെ ഇതിന് എടുത്തിട്ടുള്ളത്. അല്ലാതെ എക്സ്ട്രാ പ്രിപ്പറേഷൻ എന്ന് പറയാനില്ല. അതായത് മെയിൻ ആയിട്ട് PYQs ചെയ്യുക, പിന്നെ പെപ്പിന്റെ വീഡിയോസും, പിന്നെ ഓരോ ജനറൽ അവയർനെസിന്റെതും ക്ലാസ്സും, അതുപോലെ റീസണിങ്, ഇന്റലിജൻസിന് അതിന്റെ കാര്യങ്ങളൊക്കെ പെപ്പിന്റെ വീഡിയോസ്, ലൈവ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. അതുപോലെ ഇംഗ്ലീഷും അതൊക്കെ തന്നെ. നമുക്ക് ആകെ സെപ്പറേറ്റ് വരുന്ന അലിഗഡ് മൂവ്മെന്റ് ആണ് എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്, CUT-ൽ ഇല്ലാത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അധികം PYQs ചെയ്യാന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഞാനൊക്കെ PYQs ഫുൾ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം PYQs എന്നാൽ PYQs ഉള്ള സംഗതി തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് പല വർഷങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ PYQs നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ട് പഠിക്കണം, നമ്മുടെ CUT-ക്ക് പഠിക്കണത് തന്നെയാണ് ഇതിലും പഠിക്കാനുള്ളത്. പിന്നെ CUT-നെക്കാട്ടിലും സിമ്പിൾ ആണ് MUന്റെ എൻട്രൻസ് എക്സാം എന്നുള്ളത് പറയാണ്. ഭയങ്കര ടഫ് ഒന്നല്ല, നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് മനസ്സിട്ട് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും സീറ്റിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടോ? എത്ര സീറ്റ് ആണ് അവൈലബിൾ? ലൈക്ക് ഇപ്പം ഞാൻ BA ഹോണേഴ്സിന്റെ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ സയൻസ് ഭയങ്കര ഡിമാൻഡ് ഉള്ള കോഴ്സ് ആണ് അല്ലെ. അപ്പം അതിൽ ഫീമെയിൽസിന് സീറ്റ് എന്ന് പറയുന്നത് 50 ആണ്, മെയിൽസിന് 100 ആണ് സീറ്റ്. അതുപോലെ എന്താ ഇപ്പൊ റിസൾട്ട് വരുവാണെങ്കിലും നമ്മൾ ജനറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഗേൾസിന്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ വരിക, അല്ലാതെ മിക്സ്ഡ് ആയിട്ടല്ല വരിക. അപ്പം കിട്ടാനുള്ള ചാൻസ് കൂടും. എല്ലാവരും എഴുതാന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് വലിയ കോംപ്ലക്സ് ഒന്നുമില്ല.
എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദിയാന, ട്രാവലിങ്ങിനെ കുറിച്ച് ആരോ ഒന്ന് ചോദിച്ചു കണ്ടിരുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എങ്ങനെ ട്രാവൽ ചെയ്യുന്ന എങ്ങനെയാണെന്നാണോ ഒരിക്കലും? മേ ബി അവര് ട്രാവലിങ്ങിന് എങ്ങനെ ആയിരിക്കും എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അലിഗഡിലേക്ക് നമ്മളെ നാട്ടിൽ നിന്ന് എന്തുണ്ട്, ട്രെയിൻ ഉണ്ട്. അപ്പം അതെ, മധുരയിൽ ഇറങ്ങാം. അതുപോലെ UP മധുര സ്റ്റേഷൻ ഉണ്ട്, മധുരയിൽ ഇറങ്ങാം. അതുപോലെ തന്നെ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് ഡൽഹിയിൽ നിന്ന് അലിഗഡ്ക്ക് പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ മധുരയിൽ ഇറങ്ങിയിട്ട് മധുരയിൽ നിന്ന് ബസ്സിൽ പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഡൽഹി നിസാമുദ്ദീനിൽ ഇറങ്ങിയാൽ അവിടുന്ന് നമുക്ക് ട്രെയിൻ, അലിഗഡ്ക്ക് ട്രെയിൻ തന്നെ ഉണ്ട്. അങ്ങനെയാണ്. ഓക്കെ ദിയാന, ഏകദേശം ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഞാൻ എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? ലൈക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടോ. അലിഗഡിനെ കുറിച്ചിട്ട് അലിഗഡിന്റെ എക്സ്പോഷർ ഒക്കെയാണ് നമ്മളോട് എന്ത് ചെയ്ത് ദിയാന പറഞ്ഞത്. മൊത്തത്തില് അലിഗഡ് അവരുടെ കോഴ്സിനെ കുറിച്ചിട്ട് ഓരോ കോഴ്സുകളും എടുത്തു പറഞ്ഞു. അവിടെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, CUET-നേക്കാൾ എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അലിഗഡ് സ്വപ്നം കാണുന്നവർ കുറെ പേരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡ്രീം യൂണിവേഴ്സിറ്റീസ് ആണ് ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റീസ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ ദിയാനക്ക് നന്ദി പറയാണ്. കാരണം ഇത്രയും നല്ലൊരു സെഷൻ നമുക്ക് ചെയ്തു തന്ന ദിയാനക്ക് അലിഗഡിനെ കുറിച്ചിട്ടും അവിടുത്തെ എല്ലാം നിങ്ങൾ ഒരുവിധം സെഷൻസും ഡൗട്ട്സുകളും ഒക്കെ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കണം. സോ താങ്ക് യു ദിയാന. ഓക്കെ, അപ്പൊ അടുത്ത മീറ്റ് സ്കോളറുമായിട്ട് അടുത്ത സെഷനിൽ എന്ത് ചെയ്യാം നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു.